വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം കൂടി ദൈവം നമുക്ക് നൽകുവാൻ ഇടയായിത്തീർന്നു. ആ ദിനത്തെ മദ്യത്തിനോ ലഹരി പദാർത്ഥത്തിനോ ഏൽപ്പിച്ചു കൊടുക്കാതെ നല്ല ഒരു സന്തുഷ്ട ജീവിതം കാഴ്ചവെക്കുവാൻ വളരെ സ്നേഹത്തോടും പരിപാലനത്തോടും സ്വവസതികളിൽ ആയിരിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. പ്രത്യേകിച്ച് ഇന്ന് അവധി ദിനം കൂടിയാണല്ലോ. ഒത്തിരി കുടുംബങ്ങളിൽ മദ്യപാനം അതുപോലെ ലഹരി വസ്തുക്കളുടെ ഒക്കെ ഒരു കടന്നുകയറ്റമേറിയ ദിവസം കൂടിയാണ്. അപ്പോൾ അതിൽ നമ്മുടെ സഹോദരന്മാരോ നമ്മുടെ പ്രിയപ്പെട്ടവരോ അതിൽ ആ ലഹരി വസ്തുക്കൾക്ക് അടിമയായി കുടുംബങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും സഹോദരങ്ങൾക്കും ദേശനിവാസികൾക്കും നമ്മളൊരു നിന്നാപാത്രമാകാതിരിപ്പാൻ, ലഹരികളിൽ നിന്ന് മുക്തമാകുവാൻ, കുടുംബത്തോടൊപ്പം സന്തോഷിക്കണമെന്നുള്ള ചിന്ത, സഹോദരങ്ങളോടൊപ്പം ഒരുമിച്ച് നിൽക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ കഴിഞ്ഞ ദിനങ്ങൾ നമ്മെ തകർത്തുകൊണ്ടിരുന്ന ആ ലഹരിയുടെ വ്യാപാരങ്ങളിൽ നിന്ന് പരിപൂർണമായിട്ട് മടങ്ങി വരുവാൻ നമുക്കൊരവസരമാണ് ഈ അവസരം. നമ്മുടേതായ ജീവിതത്തിനകത്ത് ഭൂമിയിലായിരിക്കുമ്പോൾ എന്ത് ചെയ്യുവാൻ കഴിയുമോ, ഏതെല്ലാം തരത്തിലുള്ള സന്തോഷങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ കഴിയുമോ, അത് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായി നിലനിൽക്കുന്നു എന്ന സത്യം നാം തിരിച്ചറിയേണ്ടതായിട്ട് ഉണ്ട്. അനവധി പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിനകത്ത്, എത്രയോ കുടുംബങ്ങൾക്കകത്ത് ഒരു സ്വസ്ഥത പോലും അനുഭവിപ്പാൻ കഴിയാതിരിക്കപ്പെടുമ്പോൾ ആ സ്വസ്ഥത അനുഭവിപ്പാൻ ഇന്ന് നാം തയ്യാറാകണം എന്ന് കാണുവാൻ കഴിയും. യേശു ക്രിസ്തുവിലൂടെയുള്ള ആ സ്നേഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, ക്രിസ്തുവിലൂടെയുള്ള വീണ്ടെടുപ്പ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ സന്തോഷം അതാണ്. എത്രയോ മദ്യപാനികൾ ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും ഉപദേശത്തിലും ആ വചനത്തിലും പരിപൂർണമായിട്ട് അതിൻ്റെ അടിസ്ഥാനത്ത് ഈ ലഹരി വസ്തുക്കളിൽ നിന്നെല്ലാം വിട്ട് നിൽക്കുവാൻ ഇടയായി. ഇന്നവരെ മനുഷ്യരെ സ്നേഹിക്കുന്ന അനുഭവസ്ഥരാക്കി മാറ്റി. ലഹരി നമ്മെ സന്തോഷിപ്പിക്കുന്നില്ല, ലഹരി നമ്മെ നശിപ്പിക്കുന്നു, കുടുംബ തകർച്ച വരുന്നു. ഇന്ന് പകൽക്കാലം കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം